വാചകത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ രേഖകളുടെ ശക്തിയും നിറങ്ങളുടെ പവറും, ഇത് രണ്ടും, രേഖയും രൂപവും, അദ്ദേഹത്തിൻ്റെ രേഖയും വർണ്ണത്തിൻ്റെയും പവറാണ് എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങളാണെന്ന്, അതിൻ്റെ കരുത്തെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ ഏത് ചിത്രം, നമ്മൾ ഇപ്പം ഈ പറഞ്ഞ മാധവി ദീക്ഷിത്തിൻ്റെതായാലും നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ ചെയ്ത ആ ചിത്ര പരമ്പരകളായാലും ഒരുപാട്, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് കുതിര പരമ്പരകൾ, അങ്ങനെ നിരവധി ചിത്ര പരമ്പരകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ പരമ്പരകളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് അതിനകത്തെല്ലാം ഒരു മൂവ്മെൻറ്റ്, ഈ പറഞ്ഞ ശക്തിയാർന്ന രേഖകളിൽ തന്നെ ഒരു ചലനമുണ്ട്. ചലനാത്മകമാകുന്ന രേഖകളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഏറ്റവും സവിശേഷമായ ഒരു രീതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിറങ്ങളുടെ പ്രത്യേകത, തീവ്ര വർണ്ണങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം അതിനകത്ത് ഇപ്പോൾ ചുവപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ചുവപ്പിൻ്റെ തന്നെ ടോണുകൾ, തീവ്രമായ ചുവപ്പിൻ്റെ ടോണുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പച്ചയാണ്, ഏത് നിറങ്ങൾക്കാണെങ്കിലും അതിൻ്റേതായ തീവ്രത ആ വർണ്ണങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന ഒരു കലാകാരനായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വലിയ ചിത്രങ്ങളാണ് അദ്ദേഹം, ഈ ചെറിയ ചിത്രങ്ങൾ എന്ന് പറയുന്നത്, എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അത് വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രകൃതി ദൃശ്യമായാലും പ്രകൃതി ദൃശ്യമൊക്കെ വളരെ പശ്ചാത്തലമായി വരിക എന്നുള്ളതാണ്. ഈ രൂപങ്ങൾക്കാണ് അദ്ദേഹം കൂടുതലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തത്. മഹാഭാരത സീരീസുണ്ട്, ഒരുപാട്. അപ്പോൾ ഏത് നമ്മൾ നോക്കിയാലും അതിൻ്റെ ചലനാത്മകമായ രേഖയും വർണ്ണവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത്, അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിത്രകലയെക്കുറിച്ചുള്ള ധാരണകൾ വളരെ കുറവാണല്ലോ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ വിദേശ പ്രസിദ്ധീകരണങ്ങൾ, നമ്മുടെ വിദേശത്തുള്ള കലാകാരന്മാർ, പഴയ കലാകാരന്മാരെ രചനകളും അവരുടെ ജീവിതവും നമുക്ക് അറിയാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ അറിവുകൾ നമ്മളിങ്ങനെ ശേഖരിച്ച് വെച്ചുകൊണ്ടാണ്, അത് നമുക്ക് കുറേ അറിവുകൾ, പല തരത്തിൽ കിട്ടുന്ന അറിവുകൾ, അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, ഇതൊക്കെ ശേഖരിച്ചിട്ടാണ് നിൽക്കുമ്പോഴാണ് കലാകൗമുദിയിൽ ഇങ്ങനെ ഒരു ചിത്രകാരൻ്റെ സേവനം ആവശ്യമുണ്ടെന്ന് അറിയിക്കുകയും അങ്ങനെ ഞാൻ എസ് ജയചന്ദ്രൻ നായർ സാർ, കലാകൗമുദിയുടെ പ്രധാന സാരഥികളിൽ ഒരാളായിരുന്ന എസ് ജയചന്ദ്രൻ നായർ സാറാണ് എന്നെ അവിടെ വിളിക്കുകയും ഞാനവിടെ അന്ന് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു 6 വർഷക്കാലം ഞാൻ കലാകൗമുദി എന്ന് പറയുമ്പോഴത്തേക്ക് കലാകൗമുദിയുടെ ഏറ്റവും നമ്മുടെ ആനുകാലിക പ്രസിദ്ധീകരണ രംഗത്ത് ഏറ്റവും വർണ്ണാഭമായ ഒരു കലാകൗമുദിയുടെ കാലം കൂടിയായിരുന്നു ആ ഒരു 10 വർഷം. 80കൾ തുടങ്ങുന്ന, അല്ലെങ്കിൽ 77 മുതൽ തുടങ്ങുന്ന ഒരു 10-20 വർഷം കലാകൗമുദിയുടെ ഏറ്റവും വർണ്ണാഭമായ ഒരു കാലമായിരുന്നു. ആ കാലത്താണ് ഒരു 6 വർഷം എനിക്കവിടെ അദ്ദേഹവുമായി സഹകരിച്ച് ജോലി ചെയ്യാനുമൊക്കെ പറ്റി, സാറുമായിട്ട്. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു. അപ്പം അവിടെ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ അവിടുത്തെ സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു കരുത്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു ഉൾക്കരുത്താണ് പിന്നീട് എൻ്റെ കലാജീവിതത്തെ പരിവപ്പെടുത്തുന്നതിലും എഴുതാനുമുള്ള. ഇപ്പോൾ ജയചന്ദ്രൻ സാറ് എന്നെക്കൊണ്ട് ഒരുപാട് ചിത്രകലയെക്കുറിച്ചും സിനിമാ സംവിധായകരുടെ അഭിമുഖമടക്കം നിരവധി ആ ബന്ധങ്ങൾ ഇപ്പോഴും എനിക്ക് പലരോടുമായിട്ടുണ്ട്. എഴുതാനായിട്ട് എഴുതാൻ പ്രേരിപ്പിക്കുകയും ഇത് രണ്ട് എഴുത്തിൻ്റെയും വരയുടെയും വഴികളിൽ എനിക്ക് ഒരുപാട് ശക്തി പകർന്നിട്ടുള്ള ആളുകളാണ് പ്രധാനമായിട്ട് എസ് ജയചന്ദ്രൻ നായർ സാറ്, അതുപോലെ ബാബു സാറ്, മണി സാറ്, എല്ലാവരും. അവർ 3 പേരും ഈ ടൈറ്റിൽസൊക്കെ നമുക്ക് പുതിയ തരത്തിൽ ടൈറ്റിൽസ് മാറ്റി പിന്നീടാണ് ഭട്ടതിരിയൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ആ ഒരു പീരീഡിൽ കുറേ പരീക്ഷണങ്ങൾ നടത്താനും എൻ്റെ ഈ ഇത്തരം കലയുടെ രീതികളെ, ശൈലികളെ കൂടുതൽ പരിവപ്പെടുത്താനുള്ള ഒരു അവസരവും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ വരയുടെ കാര്യത്തിലും പിന്നീട് ഞാൻ ആയുർവേദ കോളേജിൽ ജോലി തേടുമ്പോഴും ഒക്കെ പിൻബലമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കൂടുതൽ പരിചയം എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ കലാകൗമുദി കാലമാണ്. അത് മറക്കാൻ പറ്റാത്തതാണ് എൻ്റെ ജീവിതത്തിൽ.